നമസ്കാരം. സൈക്കോപാത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വീഡിയോകൾ ആദ്യമായിട്ടാണ് എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെല്ലൈക്കൺ അമർത്തുക. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ. ഇന്ന് നമ്മുടെ രണ്ട് Arduino ബോർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് സീരിയൽ കമ്മ്യൂണിക്കേഷനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം സീരിയൽ കമ്മ്യൂണിക്കേഷൻ വഴി എങ്ങനെ രണ്ട് Arduino ബോർഡുകൾ വയേർഡായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ഈ ഒരു വീഡിയോയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ വയർലെസ് കമ്മ്യൂണിക്കേഷനായ ബ്ലൂടൂത്ത് മൊഡ്യൂളും കാര്യങ്ങളും ഒക്കെ വർക്ക് ചെയ്യിക്കുന്നത്. അപ്പം ഈ ഒരു സംഗതി അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇതിനു മുമ്പുള്ള എല്ലാ എപ്പിസോഡും കണ്ടിരിക്കണം. കാര്യം സീരിയൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഇതിനു മുമ്പ് കുറച്ചൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. Arduino 2 സിസ്റ്റം ആയിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ രണ്ട് Arduino വേണം. അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു രണ്ട് Arduino വരയ്ക്കാം. എൻ്റെ ആദ്യത്തെ Arduino ആണ് ഇത്, എൻ്റെ രണ്ടാമത്തെ Arduino. ഓക്കെ, ഇതിന് ഞാൻ യൂനോ 1 എന്നും ഇതിന് യൂനോ 2 എന്നും വിളിക്കുന്നു. ഓക്കെ, ജസ്റ്റ് പേരിട്ടു എന്ന് മാത്രം. ഇനി ഈ യൂനോയിൽ നമ്മൾ ഈ ഒരു വയർലെസ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് പിന്നേ ഉള്ളൂ. അതിൽ ഞാൻ ജസ്റ്റ് ഇവിടെ വരയ്ക്കാം. നമുക്ക് പിന്നെ ഇവിടെ വേണേൽ വരയ്ക്കാമല്ലോ. ഒന്ന് RX, പിന്നൊന്ന് TX. ഇത് യൂനോ 1ൻ്റെ RX ആണ്. അതേപോലെ നമുക്ക് ഇവിടെ ഉണ്ടാവുമല്ലോ, ജസ്റ്റ് ഇങ്ങോട്ട് വരയ്ക്കാം. ഇത് TX പോലെ ഇവിടെ RX. ഈ രണ്ട് പിന്നുകൾ തമ്മിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ കണക്ഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Arduino യൂനോടെ RX നേരെ രണ്ടാമത്തെ TX-ലേക്കും അതുപോലെ TX നേരെ RX-ലേക്ക് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് അതിന്റെ കളറൊക്കെ ഒന്ന് മാറ്റാം. ഓക്കെ, TX നേരെ RX-ലേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പം മിക്കവർക്കും തോന്നുന്ന ഒരു സംശയമാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കണക്ഷൻ? സാധാരണ ഇപ്പോൾ VCC-ലേക്കും GND-യിലേക്കും അതുപോലെ RX, അപ്പോൾ നമ്മൾ RX-ലേക്കും TX-ലേക്കും ആണെന്നാണ് നമ്മൾ പൊതുവെ ഒരു വിചാരം നമുക്ക് വരും. അപ്പം അതിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുമ്പോൾ തന്നെ മനസ്സിലാവും. RX എന്ന് പറഞ്ഞാൽ റിസീവിങ്ങും TX എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിറ്റിങ്ങും ആണ്. അപ്പം RX എന്ന് പറഞ്ഞാൽ റിസീവിങ്ങിനുള്ളതും TX എന്നുള്ളത് ട്രാൻസ്മിറ്റിങ്ങിനുള്ളതുമാണ്. ഇപ്പം ഈ ഒരു കേസിൽ നമുക്ക് രണ്ട് യൂനോ ബോർഡിൻ്റെ കാര്യങ്ങൾ എടുക്കാം. അപ്പം RX1 എന്ന് പറയുന്നത് ഫസ്റ്റ് യൂനോയുടെയും TX1 എന്ന് പറയുന്നത് അത് ആദ്യത്തെ യൂനോ ബോർഡിൻ്റെയും അതുപോലെ TX2ഉം RX2ഉം രണ്ടാമത്തെ യൂനോ ബോർഡിൻ്റെയും കാര്യങ്ങളാണ് കരുതുക. ഇതിൽ RX1 എന്ന് പറഞ്ഞാൽ എന്താ? റിസീവിങ്. TX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TX1 ട്രാൻസ്മിറ്റിംഗ്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ Arduino എന്തെങ്കിലും ഒരു ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് TX1-ൽ നിന്നും RX2-ലേക്കായിരിക്കും പോവുക. അതായത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു ആദ്യത്തെ Arduino ബോർഡ്, അത് റിസീവ് ചെയ്യേണ്ട രണ്ടാമത്തെ Arduino ബോർഡ്. അതുകൊണ്ടാണ് TX RX-ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ രണ്ടാമത്തെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ Arduino ബോർഡിന്റെ ഡാറ്റ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് TX2 ആണ്, റിസീവ് ചെയ്യുന്നത് RX ആണ്. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ Arduinoയുടെ RX TX-ലേക്കും TX RX-ലേക്കും കണക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ USB-യുടെ, അതായത് ഇതേ ട്രിക്ക് ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിച്ചാണ് Arduino ടു കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. അപ്പം അതേ പിന്നുകൾ തന്നെയാണ് നമ്മളുടെ ലാപ്ടോപ്പിന്റെ USB കേബിളുള്ളത്. അപ്പോൾ Arduinoയുടെ USB കേബിൾ ഇതാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരു പിന്ന് RX-ഉം അടുത്തത് TX-ഉമാണ്. 4 പിന്നാണുള്ളത്. അതിൽ ഒരു പിന്ന് RX, പിന്നുള്ള TX. അപ്പോൾ 4 പിന്നെന്ന് പറയുമ്പം ഒന്ന് VCC, പിന്നെ VCC, RX, TX അല്ലെങ്കിൽ D+, D- എന്ന് പറയും, ഡാറ്റ പ്ലസ് ഡാറ്റ മൈനസ് എന്നൊക്കെ പറയും. അതുപോലെ GND. അപ്പോൾ നമ്മുടെ Arduinoയിലേക്ക് പ്രോഗ്രാം കയറുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ RX അതുപോലെ TX പിന്നുകളിലൂടെയാണ്, റിസീവിങ് ട്രാൻസ്മിറ്റിംഗ് പിന്നുകൾ ഇതിലൂടെയാണ് നമ്മുടെ Arduinoയുടെ അകത്തേക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ പ്രോഗ്രാമിംഗ് കയറുന്നത്. അതുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് RX-ഉം TX-ഉം ഡിസ്കണക്ട് ചെയ്യണമെന്ന് നമ്മൾ പൊതുവെ പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മളിവിടെ രണ്ട് Arduino കമ്മ്യൂണിക്കേറ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. രണ്ട് Arduino കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മളിപ്പം മറ്റൊരാളുമായിട്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പീഡിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സ്പീഡിന്, ഇപ്പം
ഞാൻ നല്ല സ്പീഡിലാണ് സംസാരിക്കുന്നത്, കേൾക്കുന്ന ആൾക്ക് അത്ര വേഗം ക്യാച്ച് ചെയ്യാൻ സാധിച്ചില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അവിടെ ഫെയിലിയർ ആണ്. അതായത് ഇപ്പൊ നമ്മുടെ അർഡിനോ ബോർഡ് ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് അർഡിനോ ബോർഡ് രണ്ടാമത്തെ അർഡിനോ ബോർഡിനോട്. അപ്പം ഈ രണ്ട് അർഡിനോ ബോർഡിനും ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടതും റിസീവ് ചെയ്യേണ്ടതുമായ സ്പീഡ് ഒന്ന് തന്നെ ആയിരിക്കണം, എന്നാൽ മാത്രമേ അവർ കമ്മ്യൂണിക്കേഷൻ സാധിക്കത്തുള്ളൂ. അതുപോലെ നമുക്ക് സ്പീഡുകൾ ചേഞ്ച് ചെയ്ത് ഒന്നിലധികം ബോർഡുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, നമുക്ക് ആ സ്പീഡിൻ്റെ ഒരു ഐഡിയ അതാണ്. അപ്പം നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സ്പീഡ് 9600 ആണ്. ഇതിന് ബാൻഡ് റേറ്റ് അല്ലെ ബോർഡ് റേറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ബോർഡ് റേറ്റ് എന്നൊക്കെയാണ് പൊതുവെ അതിന് പറയുന്നത്. അപ്പോൾ അതാണ് അർഡിനോയുടെ സ്പീഡ്. ഇതാണ് നമ്മൾ serial.begin എന്ന് പറയുന്ന ഒരു സംഗതിയിൽ വിളിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെ 9600 നമ്മളെപ്പോഴും വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പം അതിന് സ്റ്റാൻഡേർഡായ ഒരുപാട് വാല്യൂസ് ഉണ്ട്. അപ്പം അതിലേത് വേണേൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു സംഗതിയിൽ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഇപ്പം ഈ ഒരു കാര്യത്തിൽ നമ്മുടെ RXും TXും പിന്നുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ആദ്യം നമുക്ക് സർക്യൂട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആദ്യം നമുക്ക് ഇതിൻ്റെ കോഡിംഗ് പാർട്ടിലേക്ക് പോകാം. അപ്പം ഞാനിവിടെ സെൻറ്ററിനായിട്ടൊരു കോഡാണ് എഴുതുന്നത്. അപ്പം സെൻറ്ററിൻ്റെ ബോർഡ് നമുക്ക് നോക്കാം. സെൻറ്ററിൻ്റെ ബോർഡ് എന്ന് പറയുന്നത് പോർട്ട് നമ്പർ 9 ആണ്. അപ്പോൾ പോർട്ട് നമ്പർ 9 എന്ന് പറയുന്നത് ഈ ഒരു ബോർഡാണ്. ഓക്കെ, ഈ ഒരു ബോർഡാണ് പോർട്ട് നമ്പർ 9 ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ആ ഒരു ചെറിയൊരു നോയിസ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ബോർഡാണ് പോർട്ട് നമ്പർ 9 അപ്പോൾ ഇതാണ് എൻ്റെ സെൻറ്റർ. നമുക്ക് ആദ്യം ചെയ്യാൻ പോകുന്ന സംഗതി എന്താണെന്ന് നോക്കാം. സംഗതി വേറൊന്നുമല്ല, നമ്മൾ സെൻറ്ററിൽ ഒരു പുഷ് ബട്ടൺ വെക്കുന്നു. പുഷ് ബട്ടൺ ഞെക്കുമ്പോൾ റിസീവർ അർഡിനോ ബോർഡിൽ ആ പുഷ് ബട്ടൺ വർക്ക് ചെയ്യുന്നു. ഇത് വയർലെസ് ആക്കി നമുക്ക് ഇത് കഴിഞ്ഞുള്ള എപ്പിസോഡുകളിൽ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമുക്ക് അതിന് ഈ പറഞ്ഞ പോലെ പുഷ് ബട്ടൺ വെക്കണം. അപ്പോൾ നമുക്ക് അതിനായിട്ട് ബട്ടൺ ഡിഫൈൻ ചെയ്യാം. ഡിഫൈൻ ഇൻ എന്ന് പറയുന്നത് ഞാൻ A0 ആയിട്ട് എടുത്തു. അപ്പം ഞങ്ങൾക്ക് പിൻ മോഡ് ചെയ്യാം. പിൻ മോഡ് A0ക്ക് വരെ നമുക്ക് ഇന്നെന്ന് കൊടുത്താൽ പോരെ. ഇൻപുട്ട് പുഷ് ബട്ടൺ ആണ് വെക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ഇൻപുട്ട് പുള്ളപ്പ് കൊടുക്കാം. ഇൻപുട്ട് പുള്ളപ്പ് കൊടുക്കുക. ജസ്റ്റ് ഒരു പിൻ ഉണ്ടാക്കി എന്നുള്ളത്. ഇനി നമ്മുടെ കമ്മ്യൂണിക്കേഷനെ ബാധിക്കുന്ന കാര്യമാണ് serial .begin 9600 എൻ്റെ ബോർഡ് റേറ്റ് ആണ്. ഈ ബോർഡ് സംസാരിക്കേണ്ട സ്പീഡ്, ഈ ബോർഡ് മറ്റേ ബോർഡുമായിട്ട് സംസാരിക്കേണ്ട സ്പീഡാണ് ഈ പറഞ്ഞ 9600. അപ്പോൾ അത് നമ്മൾ കൊടുത്തു. ഇനി നമുക്ക് if digital read of A0 equal to low എപ്പോഴെങ്കിലും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് സെൻഡ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പം അതിന് നമുക്ക് serial .write എന്നാണ് കീവേഡ്. serial.print എന്ന് നമുക്ക് കൊടുക്കാം, പക്ഷെ റൈറ്റ് ആണ് കുറച്ചുകൂടി ബെറ്റർ. റൈറ്റ് ആണ് കൂടുതൽ നമ്മൾ എഫക്റ്റീവായിട്ട് കണ്ടുവരുന്നത്. serial.write നമുക്കൊരു വാല്യൂ കൊടുക്കാം. നമുക്ക് 100 200 1 2 കൊടുക്കാം. ഓക്കെ, നമുക്കിവിടെ 1 കൊടുക്കാം. എൽസ് ഈ കൊടുത്ത വാല്യൂ നമുക്ക് മാറിപ്പോയാൽ ഓർമ്മ വേണം. serial.write 0 കൊടുക്കാം. അപ്പോൾ നമുക്ക് ഏതായാലും ഇത്രയും ചെയ്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് റിസീവറിൻ്റെ കോഡാണ്. റിസീവറിൻ്റെ കോഡ് ഇത്രയേ ഉള്ളൂ, ഒരു സിംഗിൾ ഡാറ്റ സെൻറ്ററിൻ്റെ കോഡ് ഇത്രയേ ഉള്ളൂ, ഒരു സിംഗിൾ ഡാറ്റ സെൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് 1 അല്ലാത്തപ്പം 0 മറ്റേ അർഡിനോയിലേക്ക് സെൻഡ് ചെയ്യും. നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഈ 2 വയറൊക്കെ വെച്ച് കണക്ട് ചെയ്യുന്നത്? പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ഒരു അർഡിനോ ഉണ്ട്. ആ അർഡിനോ ഒരുപാട് സിഗ്നലുകൾ സ്വീകരിക്കുന്നുണ്ട്. നമ്മളൊരു വലിയ പ്രോജക്റ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. പക്ഷെ നമുക്ക് ആ ഒരു ബോർഡിൽ പിന്നുകൾ തികയുന്നില്ല. നമുക്ക് മറ്റൊരു ബോർഡിൽ ആ ഒരു ബോർഡിന്റെ ചില സാഹചര്യത്തിൽ നമുക്ക് പല കാര്യങ്ങളും വർക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് പിന്നുകൾ തികയുന്നില്ല. അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു അർഡിനോ ബോർഡുമായിട്ട് ഈ പറഞ്ഞ സീരിയൽ കമ്മ്യൂണിക്കേഷൻ വഴി മെസ്സേജസ് എത്തിക്കാൻ പറ്റും. 2 പിന്നുകൾ ഉപയോഗിച്ച് RX TX എന്ന് പറഞ്ഞ 2 പിന്നുകൾ ഉപയോഗിച്ച് 2 അർഡിനോ ബോർഡുകൾ തമ്മിൽ എന്ത് തരം മെസ്സേജ് വേണമെങ്കിലും നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ആ ഒരു ട്രാൻസ്മിഷനിലൂടെ തന്നെ നമുക്ക് മറ്റൊരു ബോർഡിലേക്ക് ഈ ഒരു പ്രോഗ്രാം എഴുതിയിട്ട് മറ്റൊരു ബോർഡിലേക്ക് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എത്തിക്കാൻ സാധിക്കും. അപ്പം ഇത് വയർലെസ് ആക്കാനും ഇതേ ട്രിക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ റിസീവർ കോഡ് എഴുതാം. ഇത് ട്രാൻസ്മിറ്റർ കോഡാണ്. ഇനി ഞാൻ എഴുതുന്ന റിസീവർ കോഡാണ്. റിസീവർ കോഡിൽ നമുക്കൊരു LED വേണം. ഡിഫൈൻ LED 13. ഓക്കെ, നമുക്ക് പിൻ മോഡ് ചെയ്യാം. പിൻ മോഡ് LED ഔട്ട്പുട്ട്
LED ഔട്ട്പുട്ട് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തു. ഇനി നമ്മുടെ ബോർഡ് റേറ്റ് സീരിയൽ ഡോട്ട് ബിഗൈൻ. ഇപ്പോൾ സീരിയൽ ഡോട്ട് ബിഗൈൻ്റെ ബോർഡ് റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് 9600 കൊടുക്കണം. ഈ രണ്ട് സ്പീഡിന് ചെറിയ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രോഗ്രാമിനെ ബാധിക്കും. കാര്യം നമ്മൾ രണ്ടുപേരെ തമ്മിൽ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതിന് ഒരു റേഞ്ചാണ്, മറ്റേ ആൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതും ഒരു റേഞ്ചാണ്. പക്ഷേ നമ്മുടെ പ്രോഗ്രാമിങ്ങിലേക്കും ഇലക്ട്രോണിക്സിലേക്കും ബോർഡുകളിലേക്കും ഡിജിറ്റലിലേക്കും വരുമ്പോൾ ഒരു വാല്യൂ അല്ലെങ്കിൽ 0.1 വരെ അവിടെ പ്രാധാന്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 9600 രണ്ടിടത്തും കൊടുത്താൽ രണ്ടിടത്തും കൊടുക്കണം. അതുപോലെ തോന്നിയ വാല്യൂ ഇടാൻ പറ്റിയ സ്റ്റാൻഡേർഡുകളുണ്ട്. സ്റ്റാൻഡേർഡുകൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ജസ്റ്റ് സ്റ്റാൻഡേർഡ് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് സീരിയൽ മോണിറ്റർ എടുത്താൽ മതി. ഏറ്റവും അടി ബാൻഡെന്ന് കാണും. അതിപ്പോൾ ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു പ്രോഗ്രാമിൻ്റെ എങ്ങനെ റീഡ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് എന്തെങ്കിലും ഒരു സീരിയൽ ഡാറ്റ അല്ലെങ്കിൽ സീരിയലായിട്ട് എന്തെങ്കിലും ഒന്ന് വന്നോ എന്ന് നമ്മുടെ ബോർഡിന് ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പം അതിന് സീരിയൽ ഡോട്ട് അവൈലബിൾ. ഇപ്പോൾ സീരിയൽ ഡോട്ട് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ പിന്നെ സീരിയലായിട്ട് എന്തെങ്കിലും ഒരു ഡാറ്റ വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് റീഡ് ചെയ്യണം. അപ്പോൾ അത് നമുക്കൊരു റീഡ് ചെയ്യുക മാത്രം പോരാ, നമുക്കൊരു വേരിയബിൾ സ്റ്റോർ ചെയ്യുകയും വേണം. ഓക്കെ, നമുക്ക് ആ വേരിയബിൾ ഉണ്ടാക്കാം. ഇൻറ്റ് ഡാറ്റ എന്ന് ഞാൻ കൊടുത്തു. അപ്പം ഡാറ്റ ഈക്വൽ ടു, ഇപ്പം നമുക്കൊരു ഇൻറ്റീജർ ആണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇൻറ്റീജർ റീഡ് ചെയ്താൽ മതി. സീരിയൽ ഡോട്ട് പേഴ്സിൻ്റെ എന്ന് പറഞ്ഞ കീവേഡ് കൊടുത്തു. ഇൻറ്റീജർ റീഡ് ചെയ്യാനുള്ള കീവേഡ് കൊടുത്തു. ഇഫ് നമുക്കിത് റൺ ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ തിരുത്താം. ഡാറ്റ ഈക്വൽ ടു 1, ഡാറ്റ 1 ആണെന്നുണ്ടെങ്കിൽ അവിടെ LED ഓൺ ആവണം. ഡിജിറ്റൽ റൈറ്റ് LED ഹൈ, അല്ലെന്നുണ്ടെങ്കിൽ എൽസ് ഡിജിറ്റൽ റൈറ്റ് LED ലോ. ഇത്രയുള്ള അതിൻ്റെ പ്രോഗ്രാം വളരെ സിമ്പിളാണ്. നമ്മളിവിടെ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, അത് ഇവിടെ റിസീവറിലെത്തുന്നു. റിസീവർ എന്തെങ്കിലും ഡാറ്റ വന്നു എന്ന് ചെക്ക് ചെയ്യുന്നു. വന്നെന്നുണ്ടെങ്കിൽ അത് ഡാറ്റയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഡാറ്റ ഈക്വൽ ടു 1 ആണെന്നുണ്ടെങ്കിൽ ഹൈ വരുന്നു. അപ്പം നമുക്ക് ഇനി ഇവിടെ ഒരുപാടുണ്ടെങ്കിൽ എൽസിഫ് കൊടുക്കാം. എൽസിഫ് കൊടുത്ത് നമ്മൾ ആ ഡാറ്റയെ ചെക്ക് ചെയ്താൽ മതി. നോർമൽ ലോജിക്. അത്രേ ഉള്ളതിൻ്റെ ലോജിക്കൽ പാർട്ട്. പിന്നെ നമുക്കിതിൻ്റെ സർക്യൂട്ട് ചെയ്യാം. സർക്യൂട്ട് വളരെ സിമ്പിളാണ്. ഇതെൻ്റെ സെൻറ്ററാണ്. അപ്പോൾ സെൻറ്ററിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പുഷ് ബട്ടൺ വേണം. പുഷ് ബട്ടൺ വർക്ക് ചെയ്യാനായിട്ട് ഞാൻ ഗ്രൗണ്ടിലേക്ക് കൊടുക്കുന്നു. ഓക്കെ, നമുക്ക് എന്നാൽ സെൻറ്ററിലെ പ്രോഗ്രാം ഒന്ന് അപ്ലോഡ് ചെയ്തേക്കാം. ഓക്കെ, സെൻറ്ററിലെയും ട്രാൻസ്മിറ്ററിലെയും പ്രോഗ്രാം ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്യുന്നു. ഓക്കെ, ഞാൻ അപ്ലോഡ് ചെയ്യുന്നു. ഇപ്പം ഞാൻ ഇവിടെ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇനി ഇവിടെ ഒരു VCC ഉണ്ട്. ഈ VCC ഞാൻ എൻ്റെ ആർഡിനോടെ 5 വോൾട്ടിൽ നിന്ന് ഇങ്ങോട്ട് കളക്ട് ചെയ്യുന്നു. നമുക്ക് മറ്റൊന്നും ആവശ്യമില്ല. ഓക്കെ, അപ്പം ഗ്രൗണ്ടും കിട്ടി, VCCയും കിട്ടി. എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടെ VCCയുടെ ആവശ്യമില്ല. നമ്മൾ ഈ പുഷ് ബട്ടൺ ഇവിടെ വെച്ചു. ഓക്കെ, നമുക്ക് എന്നാൽ എളുപ്പത്തിനായിട്ടൊരു പരിപാടി ചെയ്യാം. പുഷ് ബട്ടൻ്റെ കണക്ഷൻ മാത്രം മതിയല്ലോ, ഇതിൽ വേറൊരു ഔട്ടും ഇല്ലല്ലോ. അപ്പം ഞാൻ എൻ്റെ ആർഡിനോടെ ഗ്രൗണ്ട് നേരെ പുഷ് ബട്ടൻ്റെ ഒരു ലീഡിലേക്ക് കൊടുത്തു. ആർഡിനോടെ ഗ്രൗണ്ട് പുഷ് ബട്ടൻ്റെ ഒരു ലീഡിലേക്ക് കൊടുത്തു. ഇത് സെൻറ്ററിൻ്റെ ആണ്. അതേപോലെ സിഗ്നൽ ഒരു വയറ് നേരെ സിഗ്നലിലേക്ക് കൊടുത്തു. അപ്പോൾ സിഗ്നലായിട്ട് ഞാൻ അവിടെ പ്രോഗ്രാമിൽ കൊടുത്ത് A0 ആണ്. A0യിൽ കൊടുത്തു. ഇവിടെ സിഗ്നൽ അനുസരിച്ച് കാര്യങ്ങൾ വരുന്നുണ്ടാവും. രണ്ടാമത്തെ ഒരു സംഗതി നമ്മുടെ ഇതാണ്. അപ്പോൾ ഇനി ഞാൻ ബ്രെഡ് ബോർഡ് ഉപയോഗിക്കുന്നില്ല. നമ്മൾ 13ാമത്തെ പിന്നല്ലേ കൊടുത്ത്, ഞാൻ നേരെ ഗ്രൗണ്ടിലേക്കും 13ലേക്കും കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഗ്രൗണ്ടിലേക്കും 13ലേക്കും LED കുത്തിവെക്കുക ചെയ്യുന്നത്. ഇനി നമുക്ക് ആകെപ്പാടെ വേണ്ട 2 വയറാണ്. അതിൽ ഞാൻ TX കണക്ട് ചെയ്യുന്നു. TX നേരെ ആർഡിനോടെ ഒന്നിലെ TX, അടുത്തതിലെ RXലേക്ക്. ഇവിടെ ഞാൻ പ്രോഗ്രാം നേരത്തെ ബേൺ ചെയ്തായിരുന്നു. RX നേരെ TXലേക്കും കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിവിടെ പ്രസ് ചെയ്യുന്നുണ്ട്, പക്ഷേ കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആകുന്നില്ല. ഓക്കെ, നമുക്ക് ഈ ഒരു പ്രോഗ്രാമിൽ ഒന്ന് അനലൈസ് ചെയ്യാം. ഇവിടെ റൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്, അവിടെ പേഴ്സ് ഇൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്.
ഒന്നെങ്കിൽ റൈറ്റ് ചെയ്തെടുത്തോ അല്ലെങ്കിൽ റീഡ് ചെയ്തെടുത്തോ ആണ് പ്രശ്നം പറ്റിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പാഴ്സിൻ്റെ മാറ്റിയിട്ട് ജസ്റ്റ് റീഡ് കൊടുക്കാം. പാഴ്സിൻ്റെ മാറ്റിയിട്ട് റീഡ് നമ്മൾ ജസ്റ്റ് റീഡ് കൊടുത്ത് ചെക്ക് ചെയ്യുകയാണ്. സീരിയൽ ഡോട്ട് റീഡ്. ഓക്കെ, പ്രോഗ്രാം ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കൊന്ന് പുഷ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ കറക്റ്റായി കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. അതായത് പേഴ്സിൻ്റെ കൊടുത്തപ്പോഴേക്കും അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായിരിക്കാം പറ്റിയത്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സീരിയൽ ഡോട്ട് റീഡ് എന്ന് പറഞ്ഞ് വേണം കമാൻഡ് റീഡ് ചെയ്യുവാനായിട്ട്. അതുപോലെ സെൻഡ് ചെയ്യാനായിട്ട് സീരിയൽ ഡോട്ട് റൈറ്റ്. അപ്പം റീഡും റൈറ്റും റീഡും ആ ഒരു രീതിയില്ല. സീരിയൽ ഡോട്ട് റൈറ്റ് കൊടുത്താൽ സെൻഡ് ചെയ്യുന്നു, സീരിയൽ ഡോട്ട് റീഡ് വിളിച്ചാൽ റീഡ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ സംഭവിക്കുന്നത് പുഷ് ബട്ടൺ ഞെക്കുന്നു, ഈ ആർഡിനോ അനലൈസ് ചെയ്യുന്നു, മനസ്സിലാക്കുന്നു, എന്നിട്ട് ഈ 2 വയർ വഴി കമ്മ്യൂണിക്കേഷൻ നടക്കുകയാണ് സത്യത്തിൽ സംഭവിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഇവിടെ ബോർഡ് റേറ്റ് മാറ്റി കൊടുക്കാം 11500. അപ്പം ഞാൻ ഈ 2 പിൻ ഊരിയേക്കുന്നത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയാണ്. നമുക്കൊരു സ്റ്റാൻഡേർഡ് ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഓക്കെ, നമുക്കൊരു സ്റ്റാൻഡേർഡ് കൊടുക്കാം 19200. ഓക്കെ, 19200 ഞാൻ കൊടുത്തു. ഇവിടെ ഞാൻ രണ്ട് ഇതാണ് കൊടുത്തത്, അതായത് 2 ബോർഡ് റേറ്റ് ആണ് കൊടുത്തത്. ഇനി ഞാൻ ജസ്റ്റ് ഇവിടുന്ന് പ്രസ് ചെയ്യാം, ബട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. അപ്പോൾ ആ ഒരു ബോർഡ് റേറ്റിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ സീരിയൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ സീരിയൽ കമ്മ്യൂണിക്കേഷൻ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇപ്പം ഞാൻ ജസ്റ്റ് ബാൻഡ്രേറ്റ് പഴയ പോലെ ആക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒന്നിലധികം പുഷ് ബട്ടണുകൾ വെച്ച് കമാൻഡോ എന്ത് വേണം ചെയ്യാം. ഇങ്ങനെ 2 ബോർഡുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ സീരിയൽ കമ്മ്യൂണിക്കേഷൻ വളരെ സിമ്പിളാണ്. നമ്മൾ നേരത്തെ പഠിച്ച അല്ലാത്ത പുതിയൊരു കീവേഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ സീരിയൽ ഡോട്ട് റൈറ്റ് മാത്രമാണ്. അപ്പം ആ ഒരു കീവേഡ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്ക് 2 ബോർഡുകൾ തമ്മിൽ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ നമ്മൾ ഇതിൻ്റെ തന്നെ കുറച്ചുകൂടി അഡ്വാൻസ് ആയുള്ള കാര്യമായിരിക്കും. അതായത് മിക്കവാറും വയർലെസ് കമ്മ്യൂണിക്കേഷനിലേക്ക് മാറുവാനാണ് സാധ്യത. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിലും നല്ലൊരു എപ്പിസോഡുമായി ഇനിയും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ ജയശങ്കർ രവി, സൈനിങ് ഔട്ട്. സീ യു.